നമസ്കാരം കൂട്ടുകാരെ, ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ സ്വന്തം നാടായ തൊടുപുഴയിൽ തന്നെയാണ് ഞങ്ങളുള്ളത്. അപ്പോൾ തൊടുപുഴയുടെ ചരിത്രം അന്വേഷിച്ചുള്ളൊരു യാത്രയിലാണ് ഞങ്ങൾ. ശരിക്കും ഇതാണ് കാരിക്കോടിന്റെ സെൻട്രൽ പോയിന്റ്. ഇവിടെ ശരിക്കും പറഞ്ഞ 3 ക്ഷേത്രങ്ങൾ കാണാം. ഈ കാണുന്നത് നമ്മുടെ കാരിക്കോട് ഭഗവതി ക്ഷേത്രമാണ്. അതിൻ്റെ നേരെ എതിർവശത്തായിട്ട് കാണുന്നത് അണ്ണാമലൈനാഥർ ശിവക്ഷേത്രമാണ്. ഈ അണ്ണാമലൈനാഥ ശിവക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ്. ചോള ഭരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൽ നിന്ന് ധാരാളം ശിലാലിഖിതങ്ങളൊക്കെ തമിഴ് ലിഖിതങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ക്ഷേത്രമാണ്. നാൽക്കവലയാണ്. ഈ നാൽക്കവലയിൽ നിന്നും ശരിക്കും നേരെയുള്ള റൂട്ടിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിലേക്ക് എത്താൻ പറ്റും. നേരെ നമ്മൾ ഇപ്പുറ സൈഡിലേക്ക് പോയാൽ ന്യൂമാൻ കോളേജ് ജംഗ്ഷനിലേക്ക് എല്ലാം. പിന്നെ ഈ കാണുന്ന റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂമാല ഭാഗത്തേക്ക് പോകുന്ന റോഡാണ്. ഈ ക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന റോഡ് ഇത് അഞ്ചിരി ഭാഗത്തേക്ക് പോകുന്ന റോഡാണ്. അപ്പോൾ ഇങ്ങനെ ഈ നാൽക്കവലയാണ് ശരിക്കും കാരിക്കോടിൻ്റെ സെൻറ്റർ. അപ്പോൾ ഇതൊരു കാലത്ത് വെമ്പുലി നാടിൻ്റെയും കീഴ്മലൈ നാടിൻ്റെയും അതുപോലെ തന്നെ പിന്നീട് തിരുവിതാംകൂറിൻ്റെയും ഒക്കെ ചരിത്രം ഉറങ്ങുന്ന ഒരു സ്ഥലമാണ്. തൊടുപുഴയുടെ രാജഭരണകാലത്തെ അനുസ്മരിപ്പിക്കുന്ന മറ്റൊരു ചരിത്ര സ്മാരകമാണിത്, കോട്ടപ്പാലം. പണ്ടുകാലത്ത് ഇവിടെ തടികളും മറ്റും ഈ തോട്ടിൽ കൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ഈ പാലം ഉയർത്താവുന്ന രീതിയിലുള്ളൊരു നിർമ്മിതിയായിരുന്നു. നമ്മൾ ഇറങ്ങുന്ന ഈ കൽപ്പടവുകളിലും അതുപോലെ തന്നെ ഈ ഒഴുകുന്ന ഈ പുഴയിലും രാജഭരണകാലത്തിൻ്റെ അനേകം ചരിത്രം ഉറങ്ങുന്നു. ഒരു കാലത്ത് തൊടുപുഴയിലേക്ക് ഗതാഗത സൗകര്യമില്ലാതിരുന്ന കാലത്ത് ഈ തോട്ടിൽ കൂടെയാണ് തൊടുപുഴ ആറ്റിൽ നിന്നും വരുന്ന ചരക്ക് സാധനങ്ങൾ കാരിക്കോട് മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരുന്നത്. പഴയ കാലത്ത് ഇവിടെ തടിപ്പാലമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ തടിപ്പാലം വള്ളങ്ങളും വലിയ ചരക്ക് വള്ളങ്ങളൊക്കെ വരുന്ന സമയത്ത് മുകളിലോട്ട് ഉയർത്താനുള്ളൊരു സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു തിരുശേഷിപ്പാണ് നിങ്ങൾ കാണുന്ന ഈ കല്ലുകൊണ്ടുള്ള ഒരു നിർമ്മിതി. ഇന്ന് ഈ പാലം ഒരു കോൺക്രീറ്റ് പാലമായിട്ട് മാറിയെങ്കിലും പണ്ട് കാലത്ത് ഇതൊരു തടി കൊണ്ട് നിർമ്മിച്ച പാലമായിരുന്നു. അപ്പോൾ ധാരാളം ചരിത്രം ഉറങ്ങുന്ന തൊടുപുഴയുടെ മറ്റൊരു സ്ഥലമാണ് ഈ കോട്ടപ്പാലം എന്ന് പറയുന്നത്. തൊടുപുഴയുടെ ചരിത്രം ഉറങ്ങുന്ന മറ്റൊരു തിരുശേഷിപ്പാണിത്. രാജഭരണകാലത്തിൻ്റെ സ്മരണകൾ ഉണർത്തുന്ന തൊടുപുഴയിലെ ഒരു സർപ്പക്കാവ് ആണിത്. ഇവിടെ ഒരു കാലത്ത് ഇത് കോട്ടപ്പറമ്പ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു കാലത്ത് ഇവിടെയാണ് രാജഭരണവുമായിട്ട് ബന്ധപ്പെട്ട് ശിക്ഷകളും അതുപോലുള്ള വിചാരണകളൊക്കെ നടത്തിയിരുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഒരു സ്ഥലമായിട്ട് നിലനിൽക്കുകയാണ്. നാടുവാഴി ഭരണകാലത്ത് കീഴ്മലൈ നാടിന്റെ തലസ്ഥാനമായിരുന്നു നമ്മുടെ കാരിക്കോട്. അന്ന് രാജാവും രാജകൊട്ടാരവും സൈനിക പാളയവും പണ്ടകശാലകളും എല്ലാം കൊണ്ട് പ്രൗഢഗംഭീരമായ ഒരു തലസ്ഥാന നഗരമായിരുന്നു ഇത്. AD 1600 കീഴ്മലൈ നാട് വടക്കുംകൂറിൽ ലയിച്ചു. പിന്നീട് വടക്കുംകൂർ രാജാവ് നിർമ്മിച്ച 2 ക്ഷേത്രങ്ങളാണ് കാരിക്കോട് ഭഗവതി ക്ഷേത്രവും കാഞ്ഞിരമറ്റ മഹാദേവ ക്ഷേത്രവും. ശരിക്കും ശിവക്ഷേത്രം നിർമ്മിക്കാനിരുന്നത് കാരിക്കോടാണ്. എന്നാൽ പിന്നീട് നടന്ന ദേവപ്രശ്നത്തിൽ പരശുരാമനാൽ പ്രതിഷ്ഠിതമായ ഒരു ശിവലിംഗം കാഞ്ഞിരമറ്റത്തുണ്ടെന്ന് മനസ്സിലാക്കുകയും ആ ശിവലിംഗം കണ്ടെടുത്ത് പിന്നീട് കാഞ്ഞിരമറ്റ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. അതിനുശേഷമാണ് കാരിക്കോട് ക്ഷേത്രത്തിൽ ഭദ്രകാളി പ്രതിഷ്ഠ നടത്തിയത്. AD 1750 അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ വടക്കുംകൂർ കീഴടക്കി. അതിനുശേഷം നമ്മുടെ ഈ പ്രദേശം തിരുവിതാംകൂറിന്റെ ഒരു മണ്ഡപത്തും വാതുക്കൽ അഥവാ താലൂക്കായി മാറി. പിന്നീട് നമ്മുടെ തലസ്ഥാനം കന്യാകുമാരിക്കടുത്തുള്ള കൽക്കുളമായി മാറി. അതോടെ കാരിക്കോടിന്റെ പ്രതാപകാലം അസ്തമിച്ചു. പിന്നീട് കാലാന്തരത്തിൽ തൊടുപുഴ പട്ടണം 2 കിലോമീറ്റർ അപ്പുറത്തേക്ക് മാറ്റി സ്ഥാപിക്കപ്പെട്ടു. മുസ്ലിം പള്ളിയും കാണാം. ഇത് നയനാർ പള്ളി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതും തൊടുപുഴയുടെ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഇതും കാരിക്കോട് കവലയിൽ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ക്ഷേത്രമാണ്. ശ്രീ അങ്കാളമ്മ ഭഗവതി ക്ഷേത്രം, ക്ഷേത്രനഗരി കാരിക്കോട് തൊടുപുഴ. ഇപ്പോൾ തൊടുപുഴ പട്ടണത്തിൻ്റെ കേന്ദ്രം 2 കിലോമീറ്റർ അപ്പുറത്തേക്ക് മാറിയെങ്കിലും തൊടുപുഴയിലെ ഇടുക്കി ജില്ലാ ഗ്രാമപഞ്ചായത്തിൻ്റെ ആയുർവേദ ആശുപത്രി കാരിക്കോടാണ് സ്ഥിതി ചെയ്യുന്നത്.
അതുപോലെ ഇത് ആയുർവേദ ആശുപത്രിയുടെ എതിർവശത്തായിട്ട് തന്നെ നമുക്ക് ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെ ജില്ലാ ആശുപത്രിയും സ്ഥിതി ചെയ്യുന്നുണ്ട്. കാരിക്കോട് കവലയിൽ നിന്നും ഒരു 200 മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു ക്രിസ്തീയ ദേവാലയമാണത്, വിജ്ഞാനമാതാ ചർച്ച്. അപ്പൊ ഈ ചർച്ച് സ്ഥിതി ചെയ്യുന്നത് ശരിക്കും നമ്മുടെ തൊടുപുഴയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാകേന്ദ്രമായിട്ടുള്ള ന്യൂമാൻ കോളേജിന്റെ ക്യാമ്പസിനുള്ളിലാണ്. ഈ കാണുന്നതാണ് തൊടുപുഴയിലെ ഒരു പ്രധാനപ്പെട്ട വിദ്യാലയമായ കോളേജായ ന്യൂമാൻ കോളേജ്. തൊടുപുഴ പട്ടണത്തിന്റെ ചരിത്രത്തിലൂടെയുള്ള യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.